ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ സ്നാക്സ് ആയിട്ടോ കഴിക്കാൻ വേണ്ടി പറ്റിയ നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് പഴം ഉപയോഗിച്ചാണ്. ഞാനിവിടെ 2 മീഡിയം വലുപ്പത്തിലുള്ള പഴം എടുത്തിട്ടുണ്ട്. നേന്ത്രപ്പഴമാണിത്. നിങ്ങൾക്ക് നല്ല പഴുത്ത് കറുത്ത പഴം വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. പഴം എന്താ ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് സ്റ്റീമറിൽ വെച്ച് നല്ല പോലെ തന്നെ ആവി കയറ്റി എടുക്കാനാണ് പോകുന്നത്. ഈ ഒരു പഴം ആദ്യം നല്ല പോലെ തന്നെ വേവിച്ചെടുക്കണം. അപ്പോൾ അതാ ഈ കട്ട് ചെയ്ത പഴമൊക്കെ ഞാൻ ഇതിൽ വെച്ച് ഒരു 15 മിനിറ്റ് നേരത്തേക്ക് ഹൈ ഫ്ലെയിമിൽ നല്ല പോലെ തന്നെ ആവി കയറ്റി എടുത്തിട്ടുണ്ട്. പഴം ഇവിടെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ ചൂടൊരു അല്പം ആറി വന്നതിന് ശേഷം മിക്സറിൻ്റെ ജാറിലേക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. കൂടെ തന്നെ 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്തിട്ടുണ്ട്. പഴത്തിൻ്റെ മധുരം മാത്രം മതി എന്നുണ്ടെങ്കിൽ പഞ്ചസാര ഒഴിവാക്കിയിട്ട് ഇത് തയ്യാറാക്കി എടുക്കാം. നല്ല സ്മൂത്ത് ആയിട്ടുള്ള പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ആദ്യം 1/2 കപ്പ് അരിപ്പൊടി ഇട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾക്ക് നോക്കിയിട്ട് ബാക്കിയുള്ളത് ചേർത്ത് കൊടുക്കാം. എനിക്കിപ്പോൾ ഇവിടെ 1/4 കപ്പ് അരിപ്പൊടിയാണ് ആവശ്യമായിട്ട് വന്നത്. വറുത്ത നല്ല ഫൈൻ ആയിട്ടുള്ള പച്ചരിപ്പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ സാധാരണ പത്തിരിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു പൊടിയാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൂട്ട് ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ഫില്ലിങ്ങിനായിട്ട് ഞാനിവിടെ 1/4 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ലപോലെ മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ തേങ്ങ ഒരല്പം റോസ്റ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാലും രുചി ഒന്നും കൂടെ കൂടും. ഫില്ലിംഗ് ഇവിടെ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇതിനി എങ്ങനെ സെറ്റ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ സേവനാഴിയാണ് എടുത്തിരിക്കുന്നത്. അതാദ്യം ഒന്ന് നല്ലപോലെ തന്നെ നെയ്യ് തടവി എടുക്കാം. ഞാനിവിടെ അച്ച് ഉപയോഗിച്ചിരിക്കുന്നത് നൂലപ്പം ഉണ്ടാക്കാൻ എടുക്കുന്ന ആ ഒരു അച്ചാണ്. നെയ്യ് തടവുന്നത് ഇതൊട്ടും തന്നെ പറ്റിപ്പിടിച്ചിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ നെയ്യ് തടവി എടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എനിക്കിപ്പോൾ ഇവിടെ ഇതൊരു പ്രാവശ്യം ഇടാൻ മാത്രമേ ഉള്ളൂ. ഞാൻ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇലയാണ്. ഇതുപോലെ വാഴയില എടുത്തിട്ടുണ്ട്. ഇല ഇല്ല എന്നുണ്ടെങ്കിൽ അലുമിനിയം ഫോയിലിൽ വേണമെങ്കിലും ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇതുപോലെ ഇലയിലേക്ക് പിഴിഞ്ഞിട്ട് കൊടുക്കുക. നമ്മൾ സാധാരണ നൂലപ്പൊക്കെ ഉണ്ടാക്കണ പോലെ തന്നെ ഇതുപോലെ പിഴിഞ്ഞിട്ടതിന് ശേഷം ഇതിൻ്റെ ഒരു ഭാഗത്തേക്കായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സ് നല്ലപോലെ തന്നെ നിരത്തി വയ്ക്കുക. അതിനുശേഷം അടുത്ത ഭാഗം ഇതിൻ്റെ മുകളിലേക്കായി വെച്ച് ഒന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് അമർത്തരുത്, ആ ഒരു ഷേപ്പൊക്കെ പോയി പോവും. ഇതുപോലെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു അളവിൽ നമുക്ക് 4 എണ്ണമാണ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റുക. ഇനി ഇത് ആവി കയറ്റി എടുക്കാനാണ് പോകുന്നത്. അപ്പോൾ സ്റ്റീമറിൽ ഞാൻ ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിതുപോലെ ഇടയ്ക്ക് ഇഡ്ഡലി തട്ട് വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കി എടുക്കാറ്. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി പോകുന്ന എല്ലാം തന്നെ ആ ഒരു സമയത്തിനുള്ളിൽ റെഡിയായി കിട്ടും. ഹൈ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് നേരത്തേക്കാണ് ഇത് ആവി കയറ്റി എടുക്കുന്നത്. ആ ഒരു സമയമാകുമ്പോഴേക്കും ഇത് പാകത്തിന് റെഡിയായി കിട്ടിക്കോളും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നേന്ത്രപ്പഴം ഉപയോഗിച്ചിട്ടുള്ള നൂലപ്പം അടയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാവും. ഇത് പഴുത്ത പഴം ഉപയോഗിച്ചും ചക്ക ഉപയോഗിച്ചും മാങ്ങ ഉപയോഗിച്ചൊക്കെ ട്രൈ ചെയ്യാം കേട്ടോ. ഫീഡ്ബാക്സ് പറയണേ.